അപ്പോൾ ഇത് നമ്മൾ ബ്രൈഡ്സ് യൂസ് ചെയ്യുന്ന വെഡ്ഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഷോളിൻ്റെ ബോർഡർ ഡിസൈനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ: ഗോൾഡൻ കളറുള്ള ഷുഗർ ബീഡ്സ് വേണം, ചെറുത്. അതിൻ്റെ കൂട്ടത്തിൽ മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡ്സ് വേണം, ഈ ഒരു സൈസ്. പിന്നെ ഇത് രണ്ടും സ്റ്റിച്ച് ചെയ്ത് വെക്കാനായിട്ട് നീഡിൽ നമ്പർ 9. നീഡിൽ നമ്പർ 9 എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ഐയുള്ള നീഡിലാണ്. അപ്പോൾ ആദ്യമേ നമുക്കൊരു ഗൈഡ് ലൈൻ വേണമെങ്കിൽ, ഈ ഡിസൈൻ ഇങ്ങനെ സിക്സാഗായിട്ടാണ് പോകുന്നത്, ആ ഗൈഡ് ലൈൻ വേണമെങ്കിൽ പേന വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ വരച്ചതിൻ്റെ മുകളിൽ ബീഡ്സ് അറേഞ്ച് ചെയ്തിട്ട് 2 or 3 സ്റ്റിച്ച് വെച്ച് അത് ഉറപ്പിച്ചു കൊടുക്കുക. ഇത് തന്നെ നമ്മൾ ആവർത്തിച്ച് ചെയ്ത് പോയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഈ സ്റ്റിച്ച് ഫുള്ള് ചെയ്ത് കാണിക്കുന്നത് നോർമൽ നീഡിൽ വെച്ചിട്ടാണ്. പക്ഷേ ഇത് വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ആരി നീഡിൽ തന്നെയാണ് നല്ലത്. ബിഗിനേഴ്സിന് ചിലപ്പോൾ ആരി നീഡിൽ യൂസ് ചെയ്യാനായിട്ട് അറിയത്തില്ലായിരിക്കും. അപ്പോൾ നോർമൽ നീഡിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തു പോയാൽ മതി. നമ്മൾ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെ സ്പേസ് കാണും. അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോൾഡൻ കളർ ബീഡ്സ് എടുക്കുന്നത്. അപ്പോൾ മീഡിയം സൈസ് ബീഡ് എടുത്ത് ഇതുപോലെ അതിൻ്റെ ഇടയിലായിട്ട് ഉള്ള സ്പേസ് എല്ലാം ഫില്ല് ചെയ്ത് വെക്കുക. ഇത് ഞാനിപ്പോൾ ഫുൾ ഷോളിൻ്റെ ബോർഡറും കംപ്ലീറ്റ് ചെയ്തതാണ് ഈ കാണുന്നത്. ഏകദേശം ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ നെറ്റിൻ്റെ ഭാഗത്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് ബീഡ്സൊക്കെ വെച്ച് കൊടുത്ത് കൂടുതൽ ഭംഗിയാക്കുകയും ചെയ്യാം.